الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد. സ്നേഹമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന സ്തുതി മുഴുവനും അള്ളാഹുവിനാകുന്നു, ആലമീനായ ലോകങ്ങളുടെ എല്ലാം രക്ഷിതാവായ അള്ളാഹുവിനാണ് സർവ സ്തുതി മുഴുവനും എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ അർത്ഥസഹിതം പഠിച്ചു. ഇനി റബ്ബുൽ ആലമീൻ എന്നതിൽ പരാമർശിച്ച റബ്ബ് എന്ന അള്ളാഹുവിന്റെ നാമമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സൃഷ്ടിച്ചും പരിപാലിച്ചും ഉടമപ്പെടുത്തിയും നിയന്ത്രിച്ചും കൈകാര്യ കർത്തൃത്വം നിർവഹിച്ചും അള്ളാഹുവിന്റെ അടിമകളുടെ മേൽ രക്ഷാകർത്തൃത്വമുള്ളവൻ എന്നതാണ് അർ റബ്ബ് എന്ന അള്ളാഹുവിന്റെ നാമം അർത്ഥമാക്കുന്നത്. ഇബ്നുൽ അസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അന്നിഹായയിൽ രേഖപ്പെടുത്തിയത് കാണാം. ഉടമസ്ഥൻ, യജമാനൻ, നിയന്ത്രിക്കുന്നവൻ, പരിപാലിക്കുന്നവൻ, നയിക്കുന്നവൻ, അനുഗ്രഹമരുളുന്നവൻ എന്നീ വാക്കുകൾക്കെല്ലാം റബ്ബ് എന്ന് ഭാഷയിൽ പറയപ്പെടും. റബ്ബ് എന്ന് മറ്റൊന്നിലേക്ക് ചേർക്കാതെ അള്ളാഹുവിനെ കുറിച്ച് മാത്രമേ പറയപ്പെടാറുള്ളൂ. എങ്ങനെ? റബ്ബ് എന്ന് മറ്റൊന്നിലേക്ക് ചേർക്കാതെ അള്ളാഹുവിനെ കുറിച്ച് മാത്രമേ പറയാറുള്ളൂ. അള്ളാഹു അല്ലാത്തവരെ കുറിച്ച് പറയപ്പെടുമ്പോൾ ഇന്നതിന്റെ റബ്ബ് അഥവാ ഇന്നതിന്റെ യജമാനൻ എന്ന് ചേർക്കപ്പെട്ടുകൊണ്ടാണ് പറയപ്പെടുക എന്ന് ഇബ്നുൽ അസീർ റഹിമഹുല്ലാ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സഹോദരങ്ങളെ, ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? റബ്ബ് എന്ന വാക്ക്, ആ പദം ഭാഷയിൽ അള്ളാഹു അല്ലാത്തവരെ കുറിച്ച് പറയുമ്പോൾ യജമാനൻ എന്നുള്ള രൂപത്തിൽ അത് മറ്റൊന്നിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ട് പറയപ്പെടാറുണ്ട് എന്നർത്ഥം. ഇത് അറബികളുടെ ഇടയിൽ സാധാരണമാണ്. എന്നാൽ റബ്ബ് എന്ന് മറ്റൊന്നിലേക്ക് ചേർക്കാതെ പറയുകയാണ് എങ്കിൽ അത് അള്ളാഹുവിനെ കുറിച്ച് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചരിത്രത്തിലേക്കൊന്ന് കടന്നു നോക്കുക. ഉദാഹരണത്തിന്, നേഗസ് ചക്രവർത്തിയുടെ യമനിലെ ഗവർണറായ എത്യോപ്യക്കാരൻ കൂടിയായിട്ടുള്ള അബ്രഹ ഇബ്നു അസ്സബാഹ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അയാൾ എന്ത് ചെയ്തു? അയാൾ അറബികൾ കഅബയിലേക്ക് ഹജ്ജ് ചെയ്യുവാൻ വേണ്ടിയിട്ട് പോകുന്നത് അദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം തീരുമാനിക്കുകയാണ്, അദ്ദേഹത്തിന്റെ സ്ഥലത്തും സൻആ എന്ന് പറയുന്ന സ്ഥലത്തും അതുപോലെ വലിയ ഒരു പള്ളി സ്ഥാപിച്ചുകൊണ്ട് ഈ മക്കയിലേക്ക് ഹജ്ജിനും മറ്റുമൊക്കെ ആളുകൾ കടന്നു ചെല്ലുന്നുണ്ട്, അത് തിരിച്ചുകൊണ്ട് സൻആയിലേക്ക് ആളുകൾ കടന്നു വരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു മന്ദിരം അവിടെ പണിയുകയാണ് സൻആ എന്ന് പറയുന്ന പ്രദേശത്ത്. അങ്ങനെ ഇതറിഞ്ഞ ഒരു കിനാന ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി ആ അബ്രഹത്ത് ഉണ്ടാക്കിയിട്ടുള്ള ആ മന്ദിരത്തിൽ കയറി അവരുടെ കിബിലയുടെ ഭാഗം അങ്ങോട്ട് മലിനമാക്കുകയാണ്. ഈ സംഭവം അറിഞ്ഞ അബ്രഹത്ത് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് 60,000-ഓളമുള്ള ഒരു വൻ സൈന്യവുമായി മക്കയിലെ കഅബ പൊളിക്കുവാൻ വേണ്ടിയിട്ട് രംഗത്ത് കടന്നു വരികയാണ്. ഈ സൈന്യത്തിൽ 9-13 ആനകൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ അൽ മുഹമ്മസ് എന്ന സ്ഥലത്ത് എത്തുവോളം അവരുടെ ആ യാത്ര തുടരുകയും അവിടെ വെച്ച് ആ അബ്രഹത്തും തന്റെ സൈന്യങ്ങളെ മുഴുവൻ സജ്ജീകരിക്കുന്ന സമയം, തുടർന്ന് മക്കയിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് ഈ മുസ്തലിഫയുടെയും മദീനയുടെയും ഇടയിലുള്ള വാദി മുഹസ്സറിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയ സമയത്ത് അവിടെ ആ അബ്രഹത്തിന്റെ കൂടെയുള്ള ആനകൾ മുട്ടുകുത്തുകയാണ്. ആ ആനക്ക് കഅബയുടെ നേരെ തിരിഞ്ഞു നടക്കുവാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. വടക്കു ഭാഗത്തേക്കോ തെക്കു ഭാഗത്തേക്കോ കിഴക്കു ഭാഗത്തേക്കോ തിരിയുന്ന സമയത്ത് ആന മുന്നോട്ട് നടക്കുന്നുണ്ട്. എന്നാൽ കഅബയുടെ നേരെ തിരിയുന്ന സമയത്ത് ആ ആന മുട്ടുകുത്തുകയാണ്. അങ്ങനെ തങ്ങളെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ട്, കഅബ പൊളിക്കുവാൻ വേണ്ടിയിട്ട് അബ്രഹത്തും സൈന്യവും വരുന്നുണ്ട് എന്ന് അറിഞ്ഞ മക്കയിലുള്ള ആളുകൾ മക്കയുടെ അടുത്തുള്ള ഒരു കുന്നുകളിലും താഴ്വരകളിലുമൊക്കെ അഭയം തേടിക്കൊണ്ട് അവർ കഴിഞ്ഞുകൂടുകയാണ്. ഇതിനിടയിൽ മക്കയിലെ ഖുറൈശികളുടെ നേതാവും അതുപോലെ തന്നെ മക്കയിലെ പ്രമുഖ വ്യക്തിത്വവുമായിരുന്ന അബ്ദുൽ മുത്തലിബിന്റെ 200ഓളം വരുന്ന ഒട്ടകങ്ങൾ അബ്രഹത്ത് കൈയടക്കിയിട്ടുണ്ടായിരുന്നു.
ആ 200ഓളം വരുന്ന ഒട്ടകങ്ങളെ കുറിച്ച് അത് ചോദിക്കുവാനും അതുപോലെ തന്നെ ഒരു സന്ധി സംഭാഷണത്തിന് വേണ്ടിയിട്ട് അബ്രഹത്തിന്റെ അടുക്കിലേക്ക് അബ്ദുൽ മുത്തലിബ് പോവുകയാണ്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് അവരുമായി സംസാരിക്കുന്ന സമയത്ത് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നുണ്ട് ഈ ചരിത്രം. അദ്ദേഹം ചോദിക്കുകയാണ്, എന്റെ 200 ഒട്ടകങ്ങളെ തിരിച്ചു തരണമെന്ന്. ആ സമയം അബ്രഹത്ത് വളരെ അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ്, എന്താണ്, താങ്കളെ നന്നായി ഞാൻ ആദരിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ താങ്കളോടുള്ള ആ ആദരവൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു. എന്തുകൊണ്ടെന്നാൽ നിങ്ങളെല്ലാവരും വളരെയധികം ആദരിക്കുന്ന കഅബ, ആ കഅബ പൊളിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഒരു വലിയ വിഷയം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ കേവലം ഒരു 200 ഒട്ടകങ്ങൾ, അതും നിങ്ങളുടെ ഒട്ടകങ്ങളെ കുറിച്ചാണോ ചോദിക്കുന്നത് എന്നതായിരുന്നു അബ്രഹത്തിന്റെ ചോദ്യം. ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിന് കൊടുത്ത മറുപടി ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയത് കാണാം. അദ്ദേഹം ഈ സൂറത്തുൽ ഫീലിന്റെ വിശദീകരണത്തിൽ, അതിന്റെ തഫ്സീറിൽ നമുക്ക് ഈ ഭാഗം കാണാം. എന്താ അബ്ദുൽ മുത്തലിബ് പറയുന്നത്? കഅബയുടെ റബ്ബ് അത് അള്ളാഹുവാണ്, അത് അള്ളാഹു സംരക്ഷിക്കും. എന്നാൽ ഒട്ടകത്തിന്റെ, ആ ഒട്ടകങ്ങളുടെ 200 ഒട്ടകങ്ങളുടെ റബ്ബ്, അതിന്റെ റബ്ബ് ഞാനാണ്, അതുകൊണ്ട് അത് എനിക്ക് തിരിച്ചു നൽകണമെന്നാണ് അബ്ദുൽ മുത്തലിബ് നൽകിയ മറുപടി. ഇങ്ങനെ ഈ ഒരു സംഭാഷണമെല്ലാം കഴിഞ്ഞ് അവർ വീണ്ടും മക്കയെ ആക്രമിക്കുവാൻ വേണ്ടി, കഅബയെ ആക്രമിക്കുവാൻ വേണ്ടി പുറപ്പെട്ട സമയത്താണ് അള്ളാഹു അവർക്ക് മീതെ ചുട്ടുപഴുത്ത കല്ലുകൾ കൊണ്ടെറിയുന്ന പക്ഷികളെ അയച്ചുകൊണ്ട് അവരെ ചവച്ചു തുപ്പിയ വൈക്കോൽ തുരുമ്പ് പോലെ ആക്കിയ ആ ഒരു സംഭവം നടന്നിട്ടുള്ളത്. ഈ സംഭവത്തെ കുറിച്ച് വിശുദ്ധ ഖുർആനിലെ 105-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫീലിൽ വിവരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു അനുഗ്രഹിക്കുകയാണ് എങ്കിൽ നമുക്ക് ആ വിഷയം വളരെ വിശദമായി കൊണ്ട് അവിടെ വെച്ച് ചർച്ച ചെയ്യാം. എന്നാൽ സഹോദരങ്ങൾ, ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് 50 ഓ 55 ദിവസങ്ങൾക്ക് മുമ്പാണ് നടന്നിട്ടുള്ളത് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുകയാണ്. ഈ സംഭവം അനുസ്മരിച്ചുകൊണ്ട് ചരിത്രകാരന്മാർ ആ വർഷത്തിന് ആനക്കലഹ വർഷം, ആമുൽ ഫീൽ എന്നാണ് പറഞ്ഞു വന്നിരുന്നത്. ഇവിടെ നമ്മളുടെ വിഷയം എന്താണ്? നമ്മളുടെ വിഷയം അബ്ദുൽ മുത്തലിബ് അവിടെ അബ്രഹത്തിനോട് പറഞ്ഞ മറുപടിയാണ്. ഒട്ടകങ്ങളുടെ റബ്ബ് അഥവാ ഒട്ടകങ്ങളുടെ യജമാനൻ എന്ന അർത്ഥത്തിൽ അവിടെ അബ്ദുൽ മുത്തലിബ് പ്രയോഗിച്ച ആ പദം, ഇത് അറബികളിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അതുകൊണ്ടാണ് ഇബ്നുൽ അസീർ റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഉടമസ്ഥൻ, യജമാനൻ, നിയന്ത്രിക്കുന്നവൻ, പരിപാലിക്കുന്നവൻ, നയിക്കുന്നവൻ, അനുഗ്രഹമരുളുന്നവൻ എന്നീ വാക്കുകൾക്കെല്ലാം റബ്ബ് എന്ന് ഭാഷയിൽ പറയപ്പെടും. റബ്ബ് എന്ന് മറ്റൊന്നിലേക്കും ചേർക്കാതെ അള്ളാഹുവിനെ കുറിച്ച് മാത്രമേ പറയപ്പെടുകയുള്ളൂ. എന്നാൽ അള്ളാഹു അല്ലാത്തവരെ കുറിച്ച് പറയപ്പെടുമ്പോൾ ഇന്നതിന്റെ റബ്ബ് എന്നാണ്. നേരത്തെ അബ്ദുൽ മുത്തലിബ് പറഞ്ഞതുപോലെ ഒട്ടകത്തിന്റെ റബ്ബ് എന്ന് പറഞ്ഞതുപോലെ ഇന്നതിന്റെ റബ്ബ്, ഇന്നതിന്റെ യജമാനൻ എന്ന് ചേർക്കപ്പെട്ടുകൊണ്ടാണ് പറയപ്പെടുക എന്ന് അദ്ദേഹം തന്റെ അന്നിഹായിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സഹോദരങ്ങളെ, ആ റബ്ബ് എന്ന അള്ളാഹുവിന്റെ നാമം അത് ധാരാളം ആശയങ്ങളെ അറിയിക്കുന്ന നാമങ്ങളിൽ ഒന്നാണ്. അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളെ മുഴുവൻ വിളിച്ചറിയിക്കുന്ന നാമമാണ് അർ റബ്ബ് എന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ നിരവധി സന്ദർഭങ്ങളിലായി 500-ലേറെ തവണ അർ റബ്ബ് എന്ന അള്ളാഹുവിന്റെ ഈ നാമം വന്നിട്ടുണ്ട്. എന്നാൽ 151 തവണ റബ്ബ് എന്ന് അള്ളാഹുവിന്റെ നാമം അത് തനിച്ചാണ് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെ? അള്ളാഹുവിന്റെ ഈ റബ്ബ് എന്ന നാമം 151 തവണ അത് തനിച്ചാണ് വന്നിട്ടുള്ളത്. എന്നാൽ 500-ലേറെ തവണ അള്ളാഹുവിന്റെ ഈ നാമം അത് പരിശുദ്ധ ഖുർആനില് വന്നിട്ടുണ്ട്. അള്ളാഹു റബ്ബാണ് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു റബ്ബാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവാണ് തർബിയത്തും റുബൂബിയത്തും സൃഷ്ടികൾക്ക് നൽകുന്നത് എന്നതാണ്. അള്ളാഹു റബ്ബാണ് എന്ന് പറയുമ്പോൾ അത് വിശദീകരിച്ചുകൊണ്ട് അള്ളാഹുവാണ് തർബിയത്തും റുബൂബിയത്തും സൃഷ്ടികൾക്ക് നൽകുന്നത് എന്ന് പറയുമ്പോൾ റബ്ബിൽ നിന്നുള്ള ഈ തർബിയത്തും, അതായത് പരിപാലനവും, അതുപോലെ തന്നെ റുബൂബിയത്തും, അതായത് സൃഷ്ടികർത്തൃത്വവും, ഇത് 2 നിലക്കാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത് തർബിയത്തുൻ ആമ്മ എന്നാണ്, അതായത് പൊതുവിലുള്ള പരിപാലനമാണ്. ഈ പരിപാലനം അത് വിശ്വാസിയും അവിശ്വാസിയും, അതുപോലെ തന്നെ പുണ്യാളനും പാപിയും, സൗഭാഗ്യവാനും ദൗർഭാഗ്യവാനും, അതുപോലെ തന്നെ സന്മാർഗിയും ദുർമാർഗിയും തുടങ്ങി അള്ളാഹുവിന്റെ അടിമകളായ മുഴുവൻ ആളുകൾക്ക് ലഭിക്കുന്ന
അള്ളാഹുവിൽ നിന്നുള്ള പരിപാലനമാണ് എന്ന് കാണാൻ കഴിയും. അതായത് സൃഷ്ടിച്ചുകൊണ്ടും ഉപജീവനം നൽകിക്കൊണ്ടും കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടും അനുഗ്രഹമരുളിക്കൊണ്ടും ജീവിപ്പിച്ചും മരിപ്പിച്ചും മുഴുവൻ സൃഷ്ടികൾക്കും അള്ളാഹു സുബ്ഹാനഹു ആ സൃഷ്ടികളുടെ മേൽ നടത്തുന്ന പരിപാലനമാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. ഇവിടെ വിശ്വാസിയെന്നോ അവിശ്വാസിയോ എന്ന് ഒരു മാറ്റം ഇവിടെ നമുക്ക് കാണാൻ കഴിയുകയില്ല. എന്നാൽ രണ്ടാമതായിട്ടുള്ള തർബിയത്തുൻ ഖാസ്സ, അത് റബ്ബിന്റെ പ്രത്യേകമായിട്ടുള്ള പരിപാലനമാണ് സഹോദരങ്ങളെ. ഇത് അള്ളാഹുവിന്റെ പ്രത്യേകക്കാർക്ക് മാത്രമുള്ള പരിപാലനമാണ്. അതായത് അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൽ വഴിപ്പെട്ട് ജീവിക്കുകയും അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീക്ക് ഏകിക്കൊണ്ടും അള്ളാഹുവിനെ അറിയുവാനും അള്ളാഹുവിലേക്ക് മടങ്ങുവാനുമുള്ള ആത്മീയ പോഷണമേകിക്കൊണ്ടും അതുപോലെ തന്നെ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിച്ചുകൊണ്ടും ഏറ്റവും എളുപ്പമായതിലേക്ക് അവർക്ക് സൗകര്യമേകിക്കൊണ്ട് ഏറ്റവും ഞെരുക്കമായതിൽ നിന്ന് അവരെ അകറ്റിക്കൊണ്ട് അങ്ങനെ എല്ലാ നന്മകളും അവർക്ക് അനായാസം തരപ്പെടുത്തിക്കൊണ്ട് എല്ലാ തിന്മയിൽ നിന്നും സുരക്ഷയേകിക്കൊണ്ടുള്ള ഒരു പരിരക്ഷയുണ്ട്. അത് അള്ളാഹു പ്രത്യേകമായി നൽകുന്നതാണ്. ഇത് അവിശ്വാസികൾക്ക് അള്ളാഹു നൽകുകയില്ല. മറിച്ച് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന അവന് വഴിപ്പെട്ട് ജീവിക്കുന്ന അള്ളാഹുവിനെ ഇഷ്ടമുള്ള അള്ളാഹുവിന്റെ ദാസന്മാർക്ക് അള്ളാഹു പ്രത്യേകമായിട്ട് നൽകുന്ന ഒരു പരിരക്ഷയാണ് ഇത്. റബ്ബെന്ന നാമത്തിനുള്ള ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവോട് തേടുമ്പോൾ സഹോദരങ്ങളെ, അവനെ വിളിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ നാമം റബ്ബ് എന്നതാണ് എന്ന് പണ്ഡിതന്മാർ ഉണർത്തുവാൻ വേണ്ടിയിട്ടുള്ള കാരണം ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റബ്ബ് എന്ന അള്ളാഹുവിന്റെ ഈ നാമത്തിലുള്ള ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മുസ്ലിം അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ സഹോദരങ്ങളെ, അതിന് വലിയ പ്രത്യേകതയുണ്ട് എന്നർത്ഥം. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള ദുആകളിൽ ഏറെക്കുറെ എല്ലാ ദുആകളും ഈ പേര് വിളിച്ചുകൊണ്ടാണ്, ഈ പേര് വിളിച്ചുകൊണ്ടുള്ള തേട്ടമാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് കഴിയും. സൂറത്തുൽ ബഖറയിലെ 286 ആയത്തിൽ നമുക്ക് കാണാം, റബ്ബെ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ മറന്നുപോകുകയോ ഞങ്ങൾക്ക് തെറ്റുപറ്റുകയോ ചെയ്തുവെങ്കിൽ ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ. അതുപോലെ തന്നെ ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ മുൻഗാമികളുടെ മേൽ നീ ചുമത്തിയതുപോലുള്ള ഭാരം ഞങ്ങളുടെ മേൽ നീ ചുമത്തരുതേ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾക്ക് കഴിവില്ലാത്തത് ഞങ്ങളെ നീ വഹിപ്പിക്കരുതേ എന്നിങ്ങനെ റബ്ബേ എന്നുള്ള രൂപത്തിലുള്ള ധാരാളം പ്രാർത്ഥനകൾ സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് കഴിയും. എന്റെ റബ്ബേ എന്ന് ആവർത്തിച്ച് തേടിയിട്ടും ഉത്തരം ലഭിക്കാത്ത ഒരു വ്യക്തിയുടെ അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിക്കുന്നത് ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്രമാത്രം ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ് റബ്ബ് എന്ന നാമം കൊണ്ട് നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് പോലും ചില ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ഉത്തരം കൊടുക്കുന്നില്ല. എന്തേ കാരണം? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, നിശ്ചയം അള്ളാഹു ത്വയ്യിബാണ്, പരിശുദ്ധനാണ്, പരിശുദ്ധമായത് മാത്രമാണ് അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. വഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ, നിശ്ചയം അള്ളാഹു മുർസലീങ്ങളോട് കൽപ്പിച്ചത് തന്നെ മുഅ്മിനീങ്ങളോടും കൽപ്പിച്ചിരിക്കുന്നു എന്ന്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരായത്ത് ഓതുന്നു, ദൂതന്മാരെ, വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുകയും തീർച്ചയായും ഞാൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അറിയുന്നവനാകുന്നു എന്ന സാരമുള്ള പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതുകയാണ്. അതിനുശേഷം സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നാം നൽകിയ വസ്തുക്കളിൽ നിന്ന് വിശിഷ്ടമായത് ഭക്ഷിച്ചുകൊള്ളുക എന്ന അർത്ഥം വരുന്ന ആയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വ്യക്തിയെ അനുസ്മരിക്കുകയാണ്. ജടകുത്തിയ മുടിയും പൊടിപുരണ്ട ശരീരവുമായി അയാൾ തന്റെ യാത്ര തുടർന്നു പോവുകയാണ്. തന്റെ ഇരുകരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അയാൾ യാ റബ്ബ്, എന്റെ രക്ഷിതാവേ എന്ന് അദ്ദേഹം വിളിക്കുന്നുണ്ട്. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വമതഅമുഹു ഹറാം, അയാളുടെ ഭക്ഷണം ഹറാമാണ്, വമശ്റബുഹു ഹറാം, അയാളുടെ പാനീയവും ഹറാമാണ്, വമൽബസുഹു ഹറാം, അയാളുടെ വസ്ത്രവും ഹറാമാണ്, വഗുദിയ ബിൽ ഹറാം, അയാൾ നിഷിദ്ധങ്ങളാൽ
പോഷണം നൽകപ്പെട്ട വ്യക്തിയാണ്. ഫഅന്നാ യുസ്തജാബു ലിദാലിക, അയാൾക്ക് എങ്ങനെ ഉത്തരം നൽകപ്പെടുവാനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ഹദീസ് മുമ്പിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, ഇവിടെ ആ വ്യക്തി അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുവാൻ ഉതകുന്ന രൂപത്തിൽ റബ്ബേ റബ്ബേ എന്ന് വിളിച്ചുകൊണ്ടുള്ള ദുആയാണ് നിർവഹിക്കുന്നത്. അയാൾ ഹറാമായ കാര്യങ്ങളാൽ ഊട്ടപ്പെട്ട വ്യക്തിയായതുകൊണ്ടാണ് റബ്ബേ എന്ന പരിശുദ്ധ നാമം ഉപയോഗിച്ചുകൊണ്ട് ആ വ്യക്തി ദുആ ചെയ്തിട്ടും ആ പ്രാർത്ഥനയ്ക്ക് അദ്ദേഹത്തിന് ഉത്തരം കിട്ടാതെ പോയത് എന്ന്. അതുകൊണ്ട് തന്നെ റബ്ബേ എന്ന നാമം ഉത്തരമർഹിക്കുന്നതാണ് എന്ന ധ്വനി ഈ ഹദീസിന്റെ അവതരണത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു തരുന്നത് നമുക്ക് കാണാൻ കഴിയും സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ഈ നാമം വിളിച്ചുകൊണ്ടുള്ള അള്ളാഹുവിനോട് നമ്മൾ തേടുന്നതിന്റെ മഹത്വവും അതിന്റെ ഉപകാരവും അറിയിക്കുവാൻ വേണ്ടിയിട്ട് സഹോദരങ്ങളെ തീർച്ചയായിക്കൊണ്ടും ഈ ഹദീസും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റബ്ബ് എന്നുള്ള ഇസ്മും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ തീർച്ചയായും അത് ബോധ്യപ്പെടാതിരിക്കുകയില്ല. അള്ളാഹുവിന്റെ ഈ അത്യുത്തമമായ നാമങ്ങളിൽപ്പെട്ട റബ്ബ് എന്ന ഈ നാമം ഉൾക്കൊള്ളുന്നതാണ് സൂറത്തുൽ ഫാത്തിഹയിലെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്തുതികൾ മുഴുവനും അള്ളാഹുവിനാകുന്നു. എങ്ങനെയുള്ള അള്ളാഹുവിന്? റബ്ബുൽ ആലമീനാണ്. അവനാണ് റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാണ് സ്തുതി മുഴുവൻ എന്നാണ്. അങ്ങനെ ഈ സ്തുതികൾ മുഴുവനും അള്ളാഹുവിന്റെ സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ ഈ അള്ളാഹുവിനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സഹോദരങ്ങളെ സൂറത്തുൽ ഫാത്തിഹയിലെ ഈ ആയത്ത് അവസാനിക്കുന്നത്. ഇനി നമ്മൾ ഈ ആയത്ത് എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് പഠിക്കേണ്ടതുണ്ട്. അതിന് ഇൻഷാ അല്ലാഹ് ഇതിനു ശേഷം നമ്മളുടെ ഷേഖ് യാസിർ ബിൻ ഹംസ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പാരായണം ക്ലിപ്പായിക്കൊണ്ട് അടുത്ത ക്ലിപ്പിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അത് കേട്ട് എല്ലാവരും പഠിക്കണമെന്ന് ഉണർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. ഇനി സൂറത്തുൽ ഫാത്തിഹയിലെ മറ്റ് ആയത്തുകളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്.